ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പണ്ട് കാലം തൊട്ടാണ് ഈ സ്പിരിച്വാലിറ്റി. നമ്മളെപ്പോഴും ഈ ലീഗലും ഇല്ലീഗലും എങ്ങനെയാണെന്ന് അറിയിച്ച് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ജാതകം നോക്കും. അപ്പോൾ അവരൊക്കെ പരിശീലനത്തിലൂടെയാണ് എന്താണ് നമ്മുടെ പുറമേ ഉള്ള എനർജി നമ്മുടെ ഉള്ള എനർജി തമ്മിൽ അലൈൻഡ് ആക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വരുന്നതാണ്. കാണാൻ പറ്റാത്ത ശക്തിയെ. പക്ഷെ കുറെ പേര് സംശയങ്ങളുണ്ട്, കുറച്ച് നമ്മൾ വിളിച്ചു ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട്. എന്നാൽ അറിയുന്നവർക്കറിയാം, എല്ലാ മതങ്ങളുടെയും ഔന്നത്യത്തിൽ ഇരിക്കുന്നവർക്കറിയാം ഇതെല്ലാം ഒന്നാണ്. അങ്ങോട്ടെത്താൻ പല വഴിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഈ രഹസ്യം മനസ്സിലാക്കി ആ ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് റൊട്ടേഷൻ എനർജി ആയിട്ടല്ലേ മാറ്റി. അല്ലെങ്കിൽ ഭസ്മ വിട്ടോ മണൽ ഉപയോഗിച്ചോ ആൾക്കാർ സമാധിയാകുന്ന ഈ ആത്മീയ ഗുരുക്കന്മാർ അങ്ങനെയുള്ളവരൊക്കെ യോഗീശ്വരന്മാരൊക്കെ കുറേ പ്രാക്ടീസിന് ശേഷം സമാധി. ഒരു മതത്തിൽ തന്നെ ഒരുപാട് ദൈവങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് സൈക്കോളജിക്കൽ റിസർച്ചറും സ്പിരിച്വൽ ഹീലറുമായ ഡോക്ടർ ബി ജയപ്രകാശ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരു സെക്ഷനിൽ ഇരുന്നതാണ്. അപ്പോൾ ആ സെഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകളുണ്ട്. കുറെ നല്ല കമന്റുകളാണ്, പക്ഷെ കുറെ പേര് സംശയങ്ങളുണ്ട്. കുറച്ച് പേര് നമ്മൾ വിളിച്ചു ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം എന്നാണ് ഞാൻ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്ന് പറയുന്നത് DMIT ടെസ്റ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പലരും ആദ്യമായി കേൾക്കുന്നത് സാറ് ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ സാർ അതിനെ കുറിച്ച് വിവരിച്ചുവെങ്കിലും അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി ആൾക്കാർക്ക് ആവശ്യമുണ്ട്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പൊ DMIT ടെസ്റ്റിനെ സംബന്ധിച്ച് ഈ ശില്പ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പം ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ്. സത്യത്തിൽ ഇതൊരു ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു അറിവല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഉണ്ട്, വിദേശ രാജ്യങ്ങളിൽ അതിനു മുമ്പ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണെന്ന് മാത്രം. അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം കൃത്യമായ രീതിയിൽ ലഭിച്ചത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് പലരും ക്ലാരിറ്റിയോടുകൂടി പലരും ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശാസ്ത്രീയത പറ്റി ഒരു ഉത്കണ്ഠ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ വന്ന് അത് എടുക്കുന്നുണ്ട്. കൊച്ചിയിലും കോഴിക്കോട് പണ്ടുതൊട്ടേ എടുക്കുന്നുണ്ട്. പിന്നെ ചാനലിലൂടെ നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള സെന്ററിൽ വന്ന് എടുക്കുന്നുണ്ട്. ചില നേരത്തെ ചോദിച്ച പോലെ സംശയങ്ങളുണ്ട്, ഇത് എത്രത്തോളം സയന്റിഫിക് ആണ്. അതെ, ചില ആൾക്കാർ പറയുന്നത് അതിന്റെ ഇതിൽ വന്ന ഒരു കമന്റ് ആണത്, ഇത് എന്താ പറയാ ഇല്ലീഗൽ ആണ്, അൺസയന്റിഫിക് ആണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ നമുക്ക് വീഡിയോക്ക് താഴെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഈ ലീഗലും ഇല്ലീഗലും എങ്ങനെയാണെന്ന് അറിയിച്ച് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ജാതകം നോക്കും. ജാതകം അല്ലെ ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണെന്ന് പറയുന്നവരും ഉണ്ട്. ഇത് അവനവന്റെ വിശ്വാസമാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വരുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഒരു 10-35 പേജുള്ള പ്രിന്റഡ് റിപ്പോർട്ട് തന്നെ തരുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും നാളത്തെ ക്യാരക്ടർ, പിന്നെ പല അനുഭവങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്ര നാളം ജീവിച്ച നമുക്കല്ലേ നമ്മുടെ അനുഭവം അറിയുള്ളൂ. അത് കറക്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ ബോധ്യമല്ലേ ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് എടുക്കുമ്പം അല്ലെ അവർ റിട്ടേൺ ആയിട്ട് എഴുതി തരുന്നതിനകത്ത് എടുത്തു കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ച് 90+% അവർ കറക്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ തന്നെ അനുഭവം എന്ന് കഴിഞ്ഞ് ചോദ്യം പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ശാസ്ത്രീയത അറിയണമെങ്കിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇല്ലീഗൽ എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഹാംഫുൾ ആകുമ്പോഴാണ്. ഇത് വ്യക്തികളുടെ മുന്നോട്ടുള്ള ഒരു ഗ്രാഫ് സ്ട്രക്ചർ കൃത്യമായ രീതിയിൽ കാട്ടിത്തരുന്നൊരു പാത മാത്രമാണ്. എന്നിട്ട് അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കൗൺസിലിങ്ങും കൊടുക്കും. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഓക്കെ, ഇത്ര നാളത്തെ അനുഭവം വെച്ച് അവർക്കത് ബോധ്യമായി. ഇനിയും എങ്ങനെ പോകണം, കറക്റ്റീവ് ആക്ഷൻ ഒബ്സർവ് ചെയ്യുക, അനലൈസ് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അതിനുള്ള മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത്തരത്തിൽ നമ്മൾ പോകുമ്പോഴാണ് അതിന് റിസൾട്ടിലേക്ക് എത്തുക. ഇപ്പോൾ എന്താണ് നമ്മൾ സ്കാനിങ്ങിൽ നമ്മളിപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ചെക്കപ്പ് നടത്തുമ്പോൾ അകത്തുള്ള കാര്യങ്ങളെ പറ്റി ബോധ്യമായി കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യുന്നത്, അതെന്ത് വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ ചെയ്താലല്ലേ പരിഹാരം മാറും. ഓക്കെ, നമ്മളിപ്പോ സാറിന്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ സ്പിരിച്വൽ ഹീലർ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന വാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളുടെ വേർഷനിൽ ഈ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളത്. സാറിനെ സംബന്ധിച്ച് സാർ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുക? യെസ്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അറിയേണ്ടതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വേർഷൻസ്. പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് പറയാം, സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്. പൊതുജനത്തിന്റെ ഉള്ളിലുള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആത്മാവ് എന്ന് നമ്മൾ ആത്മാവ്. അത് കൂടാതെ വേറൊരു സ്പിരിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, അല്പം ലഹരിയൊക്കെ കിട്ടുന്ന സാധനം. ഇത് അതിനെ പറ്റി തെച്ച് തുടങ്ങാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ സ്പിരിറ്റ്, ഈ ലഹരി ഉണ്ടാകുന്ന സ്പിരിറ്റില്ലേ, അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ധാന്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ. അതിനെ ഡിസ്റ്റിൽ ചെയ്ത് സംസ്കരിച്ചെടുക്കുന്ന എസെൻസ് ആണല്ലോ ആ സ്പിരിറ്റ്. അതിന് വീര്യം കൂടുതലാണ്. ഇതേപോലെ നമ്മൾ മനുഷ്യർ പിറന്നു വീഴുമ്പോൾ എല്ലാവരുടെയും മനസ്സ് തുടച്ചിട്ട ഒരു സ്ലേറ്റ് പോലെയാണ്. അവിടേക്ക് ഒരു സംസ്കാരങ്ങൾ കടന്നുകൂടിയിട്ടില്ല ആദ്യം. പിന്നീട് ആർജിക്കുന്ന സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്.
അതിൻ്റെ കണ്ടാമിനേഷൻ വ്യത്യസ്തമാണ്. അതിനെ സംസ്കരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി. ആത്മാവിലേക്ക്, നമ്മുടെ ആ കോറിലേക്ക് എത്തുക. അത് പവർ കൂടുതലാണ്. അത് വ്യത്യസ്തമല്ലേ ഓരോരുത്തരുടെയും. അതുകൊണ്ടാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത സ്പിരിച്വൽ ആക്ടിവിറ്റി, അതിനെ ആധ്യാത്മികത എന്ന് പറയും. എന്തിനാ ആധ്യാത്മിക പാത പിന്തുടർന്ന്? നമ്മുടെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയാനുള്ള നമ്മുടെ വ്യത്യസ്ത സംസ്കാരങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ട ചിട്ടകളാണ് എല്ലാ ആധ്യാത്മികം. അതിപ്പോൾ നമ്മൾ പ്രയർ ചെയ്യുന്നതായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, പിന്നെ അനുഷ്ഠാനങ്ങൾ പലതുണ്ടല്ലോ ഓരോ മതങ്ങളിൽ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. കാണാൻ പറ്റാത്ത ശക്തിയെ മതങ്ങളെയാണ് ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ട് സ്പിരിച്വാലിറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് മതങ്ങൾ കൊണ്ട്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അതായത് അതിനെ വേർതിരിച്ചത് അജ്ഞതയാണത്. എന്നാൽ അറിയുന്നവർക്കറിയാം, എല്ലാ മതങ്ങളുടെയും ഔന്നത്യത്തിൽ ഇരിക്കുന്നവർക്കറിയാം ഇതെല്ലാം ഒന്നാണ്. പക്ഷേ അല്പജ്ഞാനികളായിട്ടുള്ള പ്രചാരകർ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. കാരണം അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ അന്തസത്തയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പോളിഷിംഗ് ആണ് എല്ലാ സ്പിരിച്വാലിറ്റി. എത്തിയാലോ പിന്നെന്ത് നമുക്ക് നേടാൻ സാധിക്കും. നമ്മൾ നേരത്തെ ആരാധനകളെ കുറിച്ച് പറഞ്ഞു. പല വിഗ്രഹാരാധനകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഹിന്ദു മതത്തെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ദേവി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ പലതരത്തിൽ സരസ്വതി ഉണ്ട്, അല്ലെങ്കിൽ ഭദ്രകാളി ഉണ്ട്, അങ്ങനെ ഒരുപാട് ദേവിമാരുണ്ട് നമുക്ക്. ഇപ്പൊ ശിവനാവട്ടെ, ഗണപതി ആവട്ടെ, ഒരുപാട് ദൈവങ്ങളുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ദൈവം എന്ന് പറയുന്നത് അള്ളാഹു ആണ്, അല്ലെങ്കിൽ നബിയാണ്. അവർ പ്രവാചകനായി കാണുന്നത് നബിയാണ്. ക്രിസ്ത്യാനികൾക്ക് അതിലും വേറെ വെറൈറ്റി ആയിട്ട് ഒരുപാട് പേര് ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, ബഹുദൈവ ആരാധനകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഒരു മതത്തിൽ തന്നെ ഒരുപാട് ദൈവങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? അതാണ് 30 മുക്കോടി ദൈവങ്ങൾ എന്ന് പറയാനുള്ളത്. അങ്ങനെ ഒരു സംഖ്യയില്ല. അതായത് വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവർക്ക് വേണ്ടി ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് അവൻ്റെ മനസ്സിനെ ഫോക്കസ് ചെയ്യാനും ശ്രേഷ്ഠമാക്കാനും ഏത് മെത്തേഡും ഉപയോഗിക്കാം, ഒന്നിൽ മാത്രമല്ല. എന്നാൽ ഏകം സത് വിപ്രാ ബഹുദാവദന്തി, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്തൊന്നാണ്. കാട്ടിൽ കഴിയുന്ന ആൾക്കാർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും പോളിഷ് ചെയ്യാനും ആ സംസ്കാരം അനുസരിച്ചുള്ള ദൈവം വേണം. മലദൈവങ്ങളുണ്ട്. ഇപ്പം കടൽ തീരത്തുള്ളവരാണെങ്കിൽ കടലമ്മയാണ് ആരാധിക്കുന്നത്. ഇനി ഓരോ വ്യക്തികൾക്ക് ചില രജസ് ഉണർത്തുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ചിലപ്പം ദേവീ ഭാവത്തിൽ വ്യത്യസ്ത ഭാവങ്ങളില്ലേ. അത് ശരിയാണ്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യല്ല. പക്ഷെ എന്റെ പെട്ടെന്ന് വന്നൊരു സംശയമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നു ബഹുദൈവങ്ങളുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഇതേ ദൈവങ്ങളുടെ പേരിൽ ഇവിടെ അടി കൂടുന്നുണ്ട്. ഇപ്പൊ പണ്ട് ശൈവരും വൈഷ്ണവരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരേ മതത്തിനുള്ളിലുള്ള ദൈവങ്ങൾ തമ്മിലും പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. അതിനെയാണ് അജ്ഞത എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊന്നിനെ അറിയുന്നില്ലയോ അവിടെ ഓരോരുത്തരും വെച്ച് പുലർത്തുന്നതിൽ മുറുകെ പിടിക്കും. എല്ലാം മനസ്സിലാക്കി കഴിയുമ്പം തുര്യാവസ്ഥയിലേക്കൊന്നും മനസ്സിലാകും. ഈ ശരിക്കും ആത്മീയതയിൽ, സ്പിരിച്വാലിറ്റിയിൽ അറിഞ്ഞിട്ടുള്ളവർ ഈ മതപരമായ കാര്യങ്ങളിലൊന്നും അവരത്ര ഫോക്കസ് കൊടുക്കില്ല. ഇപ്പം നമുക്കൊരു വിളക്ക്, അത് പോളിഷ് ചെയ്യാൻ പല മെറ്റീരിയലുകളില്ലേ. നമുക്കത് ബ്രാസോ ഇട്ടും പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ പുളി ഉപയോഗിച്ചും പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഭസ്മം ഇട്ടോ മണൽ ഉപയോഗിച്ചോ പോളിഷ് ഇത് കരി കളയാം, അല്ലെങ്കിൽ ആ ക്ലാവ് കളയാം. അപ്പോൾ ഓരോ മതങ്ങളിലും ഓരോ അഭിപ്രായങ്ങളിലും അവനവൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പോളിഷ് ചെയ്യാനായിട്ട് പല മെത്തേഡുണ്ട്. അപ്പോൾ ചിലർ പറയുകയാണ് അല്ല ഈ പുളി ഉപയോഗിച്ച് മാത്രം പോളിഷ് ചെയ്താലേ ഇത് തിളങ്ങൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ വഴിയിലൂടെ നീങ്ങിയാലും അവനവൻ്റെ ഉള്ളിലെ സത്തയിലേക്ക് എത്താൻ സാധിക്കും. ഉള്ളിലുള്ള എനർജിയും പുറമേയുള്ള എനർജിയും ഒന്ന് തന്നെയാണ്. എനർജിയെ മുറിക്കാൻ പറ്റില്ല, ഭഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭഗവാന് പല പേരിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക്, കറണ്ടിന് പല പേരിട്ടിട്ടില്ലേ. വൈദ്യുതി എന്ന് പറയും, വിദ്യുശക്തി എന്ന് പറയും, ബിജലി എന്ന് പറയും. അങ്ങനെ പല ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും പവർ ഒന്നേ ഉള്ളൂ. കാണാൻ പറ്റില്ലാത്ത കാരണം കാണാൻ പല പേരിട്ട് വിളിക്കുന്നു എന്നതുപോലെ അതേപോലെ തന്നെ അതിനെയൊക്കെ അക്വയർ ചെയ്തെടുക്കാൻ പല മെത്തേഡും. എത്തുന്നതല്ല ഒരിടത്തേക്കാണ്. തലസ്ഥാനം തിരുവനന്തപുരമാണ്, സെക്രട്ടേറിയറ്റ് ഒന്നേ ഉള്ളൂ. അങ്ങോട്ട് എത്താൻ പല വഴിയില്ലേ. അത് നമുക്ക് നടന്നും പോവാം, സൈക്കിളിലും പോവാം, സ്വന്തം കാറിലും പോവാം, ട്രെയിനിലും പോവാം, പ്ലെയിനിലും എങ്ങനെയും പോവാം. എത്തുന്നവരിടത്തേക്ക് ഈ അകത്തെ ചെറുപ്പമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് വലിയ കോലാഹലം ഉണ്ടാക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ഏത് അഭിപ്രായത്തിലൂടെയും കാണാൻ പറ്റാത്ത ശക്തിയെ അറിയാൻ ദൈവം അല്ലെങ്കിൽ ആ ശക്തി എനർജി മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധിപൂർവ്വം നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളും ഓരോരുത്തരുടെ ചിട്ട അനുസരിച്ച് കൊണ്ടുപോകും. അത് തന്നെയാണ് എൻ്റെ കാര്യം. പക്ഷെ നമ്മൾ ഈ ആത്മീയതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ എല്ലാവരെയും കുറിച്ച് പറയല്ല, പക്ഷെ കുറച്ച് താടി വളർത്തി അല്ലെങ്കിൽ ഇവിടുത്തെ മുടി ഇവിടെ കെട്ടിവെച്ച് അല്ലെങ്കിൽ കുറച്ച് ഭസ്മൊക്കെ തൊട്ട് അല്ലെങ്കിൽ കുറച്ച് വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് ഇന്നലെ കാഷായ വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരാണെന്ന് അതൊരു തോന്നലാണ്.
അതിന്റെ പേരിൽ ഒരുപാട് പേര് പറ്റിക്കാനും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ സാറിന്റെ വേഷം കാണുമ്പോൾ സാർ സ്പിരിച്വൽ ഹീലർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷെ കാരണം സാറിന്റെ ഡ്രസ്സിങ് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറയും. പക്ഷെ ഒരുവിധം എല്ലാവർക്കും ഒരു ടിപ്പിക്കലി ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ആത്മീയതയിലുള്ള വിശ്വാസം ഇല്ലാണ്ടാവുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഘോരിമാരുടെ പോലെ ഭസ്മമൊക്കെ പൂശി അല്ലെങ്കിൽ ഒരുപാട് കാവ്യം ധരിച്ച് തലമുടിയൊക്കെ നീട്ടി വളർത്തി ജടാധാരികളായിട്ടുള്ള ഒരുപാട് കപട സന്യാസിമാരെ കാണാം. അഘോരികൾ കപട സന്യാസികളാണെന്നാണോ പറയുന്നത്? അഘോരികൾ എന്നല്ല, അതേപോലെ വേഷം കെട്ടിയവര് ഈ അവരുടെ ഉപജീവനത്തിനായിട്ട് മേത്തെല്ലാം ഭസ്മമൊക്കെ പൂശി അവരോരോ നിഷ്ഠയിൽ പുലർത്തുന്നവരുണ്ട്. അത് അവരവരുടെ ആത്മസംതൃപ്തിക്കുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ നേരത്തെ പറഞ്ഞ ഡ്രസ് കോഡെന്ന് പറയും അല്ലേ. നമ്മളൊരു പ്രീസ്റ്റ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ വരാറില്ലേ? ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ വരാറില്ലേ? സ്വാത്വികമായുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഓരോരോ ഇപ്പം ഒരു തന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജ് വരാറുണ്ട്. ഈ ഇമേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തോന്നൽ എന്ന് പറഞ്ഞ സാധനമല്ലേ. തോന്നൽ ഒരു എനർജിയാണ്. നമുക്ക് കഥകളി എന്ന് പറയുന്ന കലാരൂപത്തെ നല്ല ഒരു കഥകളി കലാകാരന് വേഷം കെട്ടാതെയും കഥകളി അവതരിപ്പിക്കാം. വേഷം കെട്ടിയിട്ട് അവതരിപ്പിക്കുമ്പോഴാണോ കൂടുതൽ ഹൃദ്യമാകുന്നത്, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് കൂടുതൽ ഒരു ട്രിഗർ വരുന്നത് വേഷം കെട്ടിയിട്ടാണ്. വേഷം കെട്ടുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില രീതിയിൽ നിശ്ചിതമായിട്ടുള്ള ആ വേഷഭൂഷാദികളും കൂടെ വരുമ്പോൾ, അലങ്കാരങ്ങളും കൂടെ വരുമ്പോഴാണ് വ്യക്തികളുടെ സങ്കല്പത്തിന് ഊർജം കൂടുകയുള്ളൂ, ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. അതിലാണ് ഈ പറയുന്ന അത് കയറിയെടുത്ത് കാപട്യത്തിലേക്ക് പലപ്പോഴും എടുത്ത് അണിയാറുണ്ട്. അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കുറച്ച് വർത്താനം പറഞ്ഞാൽ മതി. വർത്താനം പറയുമ്പോൾ തന്നെ അവരിൽ നിന്ന് വരുന്ന സംസ്കാരത്തിലൂടെ ആ വാക്കുകളിലൂടെയൊക്കെ സാമാന്യ ജനത്തോടും തിരിച്ചറിയാൻ സാധിക്കും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഉപാസനയും കൃത്യമായ നിഷ്ഠയുള്ള ഏത് ആചാര്യന്മാർക്കും അതിൻ്റെതായ വ്യക്തിപ്രഭാവം ഉണ്ടാവും. ചില ആൾക്കാരിൽ നമ്മൾ അവരുടെ കണ്ണുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പവർ ഫീൽ ചെയ്യും, ചൈതന്യം അറിയാൻ പറ്റും. അതെന്ന് വെച്ചാൽ അവർ നിത്യ ഉപാസനയിലുള്ളവരായിരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള അവരുടെ മതപരമായിട്ടുള്ളതായിക്കോട്ടെ, അല്ലാതെയും നിഷ്ഠയും ചിട്ടയും വെച്ച് പുലർത്തുന്നവർക്ക് അതനുസരിച്ചൊരു വൈബ്, അവരുടെക്കുള്ള ഒരു പോസിറ്റീവ് വൈബ് ചുറ്റുമുണ്ടാകും. ഈ ഒരു മതത്തിലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഒരു ദൈവങ്ങളിലും വിശ്വസിക്കാത്ത ഒരാൾക്ക് ആത്മീയ വഴിയിലൂടെ പോകാൻ പറ്റും. തീർച്ചയായിട്ടും അവനവനുള്ള വിശ്വാസം ഉണ്ടായാലും ആത്മവിശ്വാസം എന്നാണ് പറയുന്നത്. നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ പ്രശ്നം എന്താ? ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതല്ലേ ഇപ്പം വരും തലമുറ, ഇപ്പം കുട്ടികളുടെ പോലും ഒരവസ്ഥ. ഒരുപാട് IQ ഉണ്ട്, എന്താ ഇൻ്റലിജൻസ് കോഷൻ, പക്ഷേ എന്തില്ല? EQ ഇല്ല, ഇമോഷണൽ കോഷൻ. ഇമോഷണൽ കോഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ ആത്മഹത്യകൾ വരുന്നത്. അറിവുണ്ടാവും, പക്ഷേ ഈ ഇമോഷണൽ കോഷൻ ബാലൻസ് ആവണമെങ്കിൽ SQ ഉണ്ടാകണം, സ്പിരിച്വൽ കോഷൻ. അവനവൻ്റെ ആ റിസോഴ്സിനെ കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കും. ഈ പറയുന്ന സയൻറ്റിഫിക്കായിട്ട് അവനവനുള്ള സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്കോ, അല്ലെങ്കിൽ വലിയ സയൻസ് ഒന്നും അറിയില്ല, അവൻ്റെ ഇത്രയും നാളത്തെ ചിന്തയിലും പ്രവർത്തനത്തിലും ഒക്കെ വിജയമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആ വിശ്വാസം മതി. അത് തന്നെ ദൈവവിശ്വാസം. ഈ ദൈവം എന്ന് പറയുന്നതിനൊരു പേരിട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ തിരിച്ചറിയാനിരിക്കുന്ന പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഭരിക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. ആ ഊർജ്ജത്തെ അറിയാൻ പേരിട്ടിരിക്കുന്നു. അപ്പം ദൈവം എന്ന് വിളിക്കണമെന്നില്ല. ഇനി ദൈവത്തിന് ഇന്ന പേരിട്ട് വിളിക്കുന്നു, വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വിളിച്ചു. ചിലർ തെറി വിളിക്കാറില്ലേ? ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലുള്ള ഭഗവതി ക്ഷേത്രത്തിലൊക്കെ അസഭ്യമായ ഭരണിപ്പാട്ടാണ്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ് അന്ധവിശ്വാസം. പക്ഷെ അതിനകത്ത് ഫലം കിട്ടുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറിയൊരു പാലം, അല്ല അടയ്ക്കാമരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ അക്കരെ കടന്നേ പറ്റൂ നമുക്ക്. പ്രധാന ഒരു പണ്ടത്തെ വഴി അതാണ്. അപ്പോൾ അതിൽ നേരെ കയറിപ്പോൾ ചിലപ്പം വീഴും. വീഴാതിരിക്കാൻ ആ കരയിലും ഈ കരയിലുമായിട്ട് 2 വലിയ കമ്പ് നാട്ടിയിട്ട് ഒരു കയറ് കിട്ടും. ചെറിയ കയർ, പണി കയർ. എന്തിനാ കയറ് കിട്ടിയിരിക്കുന്നത്? നമുക്കൊരു ധൈര്യമാണ്. അതിൽ പിടിച്ചു പോകുമ്പോൾ വീഴില്ല എന്ന ആത്മവിശ്വാസം, അതാണ് വീഴ്ത്താതിരി. അപ്പം നമ്മുടെ ഒരു പ്രതിസന്ധി നിന്ന് മറികട കടക്കാൻ ഒരു ചരട്, ഒരു വിശ്വാസമായി നമ്മളെ മറികട കടത്തുമെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിക്കണം. വിശ്വാസം ആശ്വാസം തരുന്നതാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കണം. അല്ലെ അതിൽ പിന്നെ വലിയ വലിയ ശക്തിയുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുണ്ടാകുന്ന പ്രചരണമാണ് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളുമായിട്ട്. നമ്മളിപ്പോൾ ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരിച്ചുപോയി അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ ആത്മീയ ഗുരുക്കന്മാർ സമാധിയായി എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു സമാധിയാണ്. എന്താണ് ഈ സമാധിയും സാധാരണ മരണവും തമ്മിലുള്ള വ്യത്യാസം? വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ഇതേപോലെയുള്ള നമ്മുടെ ആത്മീയ വിഷയങ്ങളിൽ ആചരിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൻ്റെ സൂക്ഷ്മ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ കോൺട്രവേഴ്സിലൊക്കെ ഉള്ളത്. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പം സമാധി എന്ന് പറഞ്ഞാലോ സമബുദ്ധി, സമബുദ്ധി, ബാലൻസ് സ്റ്റേറ്റ് ഓഫ് നോളജ് എന്ന് പറയും.
അത് പ്രപഞ്ചത്തിലുള്ള അൾട്ടിമേറ്റ് നോളജാണ്. എല്ലാം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. പുറമേയുള്ള പ്രപഞ്ചത്തിലുള്ള ഊർജം അല്ലെങ്കിൽ ആ രഹസ്യത്തെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാകുന്ന തലത്തെയാണ് സമാധി എന്ന് പറയുന്നത്. സാധാരണഗതി ആൾക്കാർ സമാധിയാകുന്ന ഈ ആത്മീയ ഗുരുക്കന്മാർ അങ്ങനെയുള്ളവരൊക്കെ യോഗീശ്വരന്മാരൊക്കെ കുറേ പ്രാക്ടീസിന് ശേഷം സമാധി, അവർ ചിലർ ജനിക്കുമ്പോൾ തന്നെ സമാധിയിലാണ് വരുന്നത്, സമാധിസ്ഥർ. അവരെ എൻലൈറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ജനിക്കുമ്പോൾ തന്നെ സമബുദ്ധിയിലാണ് വരുന്നത്. കാരണം പ്രപഞ്ചത്തിലുള്ള ആ അറിവും തൻ്റെ ഉള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുള്ള ബുദ്ധിയും തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ളവരെ തളർത്താൻ ആർക്കും പറ്റില്ല. അവർ അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഈ എല്ലാ അറിവുകളുടെയും കേദാരമാണ് അവർ. അപ്പോൾ അവർ സമബുദ്ധിയിലാണ്. എന്നാൽ ചിലർ ഇടക്കാലം കൊണ്ടാണ് അവേക്കിങ്ങിങ് ആകുന്നത്. അപ്പോൾ തൊട്ട് അവനൊരു സമബുദ്ധിയിലാകുന്നത്. ചിലരോ പ്രാക്ടീസിലൂടെ, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ സ്പിരിച്വൽ പ്രാക്ടീസിന് വരുന്നതാണ്. ഞാൻ ആരാണ് എന്നുള്ള സത്യം അറിയാനായിട്ട് ഒരു അവേക്കിങ്ങിന് വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ പരിശീലനത്തിലൂടെയാണ് എന്താണ് നമ്മുടെ പുറമേ ഉള്ള എനർജി നമ്മുടെ ഉള്ള എനർജി തമ്മിൽ അലൈൻഡ് ആക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വരുന്നവരാണ്. അപ്പം ഈ 3 തലത്തിൽ ഒരു വ്യക്തി മനുഷ്യജന്മം കിട്ടുമ്പോൾ അവേക്കിനിങ് ആവും, എൻലൈറ്റഡ് ആവും. ഒന്ന് ജന്മന, രണ്ടാമത്തെ കൂട്ടർ ഇടക്കാലം കൊണ്ട് ഇൻഡ്യൂഷൻ പോലെ കയറി വരുന്ന, മൂന്നാമത്തെ കൂട്ടർ ക്യൂരിയോസിറ്റി കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി അവസാനം യഥാർത്ഥ തിരിച്ചറിവ് കിട്ടാനായിട്ട് എത്തപ്പെടും. പരിശീലനത്തിലൂടെ അവർ ആ തലത്തിലേക്ക് എത്തുന്നു. അപ്പം ഇത്തരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഈ രഹസ്യം മനസ്സിലാക്കി ചുറ്റുമുള്ള പ്രപഞ്ചശക്തി എൻ്റെ ഉള്ളിലെ ശക്തി ഒന്ന് തന്നെയാണ്, അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. പറയാറില്ലേ, തത്വമസി അത് നീ ആകും. അങ്ങനെ എത്തുമ്പോഴാണ് അകൽലോകം വലുതാകുന്നത്. ആ വ്യക്തി സമബുദ്ധിയിലായി. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ സമബുദ്ധിയിൽ ജീവിക്കുന്നതാണ് സമാധിസ്ഥർ, സ്ഥിരപ്രജ്ഞൻ എന്ന് പറയും. ഈ സ്ഥിരപ്രജ്ഞ ഇല്ലാത്തതല്ലേ കുഴപ്പം. അപ്പൊ സ്ഥിരപ്രജ്ഞനായിട്ടുള്ള ആൾക്കാർ ഭൗതികതയിൽ നിന്നുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ ജീവിക്കുന്നു. ശരിക്കും ഒരു മനുഷ്യന് മെന്റൽ ബാലൻസ് കിട്ടണമെങ്കിൽ ആത്മീയതയിലൂന്നിയ ഭൗതിക ജീവിതം നയിക്കും. ഇപ്പൊ നേരെ തിരിച്ച ഭൗതികതയിലൂന്നിയ സ്പിരിച്വാലിറ്റിയിലല്ലേ 95% ആൾക്കാർ പോകുന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഭൗതികതയിലാണ് ഊന്നി നിൽക്കുന്നത്. പക്ഷെ കാര്യസാധ്യത്തിനോ ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുമോ എന്നുള്ള രീതിയിൽ, രക്ഷിക്കുമോ എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഒരു 10% ആത്മീയതയും 90% ഭൗതികതയും. അവിടെ അല്ലേ പ്രശ്നങ്ങൾ കൂടുതൽ. എന്നാൽ ഒരു 90% ആത്മീയ എസൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് 10% ഭൗതിക ജീവിതം ജീവിച്ചു നോക്കി, നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റില്ല. ആരുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെ കാഴ്ചപ്പാട് ആത്മീയതയിൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നു, ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷെ അതിനെ കണ്ടറിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ പണ്ടത്തെ സന്യാസിമാരുടെ പോലെ നമ്മൾ ഇവിടെ വിട്ടു പോകേണ്ടി വരും. സത്യത്തിൽ ആ ഒരു എസൻസ് സമാധിയിൽ അവർ അറിഞ്ഞ് അവർ എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ശരീരത്തിന് മരണമില്ലേ? ശരീരത്തിന് മരണമുണ്ട്, തീർച്ചയായിട്ടും ശരീരം മരിക്കുമല്ലോ. ഭൂമിയിലിനടുത്ത് പഞ്ചഭൂതങ്ങളിനടുത്താണല്ലോ ഈ ശരീരം. പഞ്ചഭൂതങ്ങളിലെടുത്ത് എല്ലാം നശിക്കുന്നതാണ്, അനശ്വരമല്ല, നശിക്കുന്നതാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് എനർജി നശിക്കുന്നില്ല. അതിനെയാണ് നേരത്തെ പറഞ്ഞ ആത്മാവെന്നും ഊർജ്ജത്തെ ഒരിക്കലും മുറിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫിസിക്സിൽ എന്താ പഠിച്ചിരിക്കുന്നത്? എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നെയ്തർ ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അനദർ ഫോം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് റൊട്ടേഷൻ എനർജി ആയിട്ടല്ലേ മാറ്റുക. ഇലക്ട്രിസിറ്റിയെ നമുക്ക്, ആ പവറിനെ നമുക്ക് പല രൂപേണ പല വസ്തുക്കളിലും ഉപയോഗിക്കും. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമാണ് മനുഷ്യൻ്റെ ന്യൂറോ ട്രാൻസ്മീറ്ററുകൾക്ക്, ബ്രെയിനിന് മാത്രമാണ് ദൈവം അല്ലെങ്കിൽ ആ എനർജി ഇങ്ങോട്ട് വിട്ട സൃഷ്ടാവ് ചില കഴിവ് കൊടുത്തിട്ടുള്ളൂ. ഉള്ള എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് മറ്റൊരു ഫോമിലേക്ക്. നിങ്ങളുടെ തോട്ടാകുന്ന എനർജിയോ ഇമോഷനാകുന്ന എനർജിയോ ഏത് ഡയറക്ഷൻ വേണം ട്രാൻസ്മിറ്റ് ചെയ്താൽ പ്രപഞ്ച എനർജിയിലെല്ലാം ഉണ്ട്. അത് നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. അതിനാണ് ആധുനിക സയൻസിൽ, മോഡേൺ ടോപ്പിക്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാറില്ല. ഒരു വ്യക്തി ശക്തവും വ്യക്തവുമായ രീതിയിൽ തൻ്റെ ഉപബോധ മനസ്സിലേക്ക്, ആത്മാവിലേക്ക് നിറയ്ക്കുന്ന ഡെപ്പോസിറ്റ് എന്തോ, ആഗ്രഹം, വിഷൻ എന്തോ, അതിന് സമാനമായവയെ ആകർഷിക്കുന്നു. അതിനാവശ്യമായ സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കുന്നു നമ്മളിലേക്ക്. പൈലോ കൊയ്ലോയുടെ ഒരു ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടാവും പലപ്പോഴും, അല്ലേ? പൈലോ കൊയ്ലോയുടെ ബുക്കിനകത്തല്ല ഈ ആകർഷണ നിയമമാണ് പറയുന്നത്. പ്രപഞ്ചശക്തി എന്താണോ ഇന്ന് ഈ ലോകത്താണ് സർവ്വ അത്ഭുതങ്ങളും നോക്കൂ, മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞില്ലേ എല്ലാം. അത്രത്തോളം ചിന്താശക്തിയുണ്ട്. ഇത് കൺവേർട്ട് ചെയ്യാൻ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. വിശക്കുന്നു എന്നുള്ള ചിന്ത, ഭയം വരുമ്പോൾ ഓടാനുള്ള ചിന്ത, ഇതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ ബ്രെയിനിന് ഭാവിയിൽ വരാൻ പറ്റുന്നതിനെ ചിന്തിച്ച് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ തോട്ട് പ്രോസസ് കൊടുക്കുമ്പോൾ അത് അവനിലേക്ക് സാധിക്കും. നല്ലതും ചീത്തയും ശ്രദ്ധിക്കാനുള്ള എവിടെയാണ്.
നമ്മളെ പറ്റി തന്നെയുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയോ ഇമോഷനോ കൊണ്ടുവന്നാൽ അത് തന്നെ കൂടുതൽ കൂടുതൽ വരുന്നു. തഥാസ്തു എന്ന് പറയാറില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പണ്ട് കാലം തൊട്ടാണ് ഈ സ്പിരിച്വാലിറ്റി,